എന്റെ വക്കീല് നിങ്ങൾ ഇപ്പൊ കാണാം നാളെ കാണാന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത്? എടോ ഭയങ്കര തിരക്കായിരുന്നു. ഓഫീസ് ഷിഫ്റ്റിങ്, കോടതിയിലെ തിരക്ക്, ബിസി ആയിരുന്നോ. അതുകൊണ്ടാ. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ പൊന്നു വക്കീലെ കാണാണ്ട് ഞാൻ പഴയ ഓഫീസിൽ പോയി, കോടതിയിൽ പോയി, എന്തൊരളിഞ്ഞെന്നറിയോ? എന്നിട്ടാണ് ഞാനിപ്പോ ഇവിടെ എത്തിയത്. തന്റെ പ്രശ്നം എന്താന്ന് പറയപ്പോ? എന്റെ പൊന്നു വക്കീലെ ആകെ പ്രശ്നമാണ്. ആവണി ഇപ്പൊ അവളുടെ ഇഷ്ടത്തിനാ നടപ്പ്. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. അവളുടെ കറക്കൂപ്പ് ആരോപ്പൊന്നറിയോ? അവളുടെ ബെസ്റ്റിയായിട്ട്. എടോ അതൊന്നും നല്ലതല്ല, ഞാൻ തന്നോട് അന്നേ പറഞ്ഞതല്ലേ. എന്റെ വക്കീല് പറഞ്ഞ പോലെ അന്ന് കേട്ടാ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്താ തന്റെ അവസ്ഥ? അവസ്ഥ എന്താണെന്ന് വെച്ചപ്പോ എന്താ, അവൾ അവളുടെ വഴിക്ക് പോണ്, ഞാൻ എന്റെ വഴിക്ക് പോണ്. രണ്ടുപേരും സംസാരമൊന്നുമില്ല. എനിക്ക് മനസ്സിലാണല്ലോ എന്താണെന്നൊന്നും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. ആ പ്രശ്നമുണ്ടെന്നാണ് ആവണി പറഞ്ഞത്. പക്ഷെ എന്താണ് ആ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എൻ്റെ ടെൻഷൻ. പിന്നെ അതുമല്ല, ഇനി ആ അജ്ഞാത ഫോൺ കോളിൽ വന്നില്ലേ, ഇനി എങ്ങനെ അവൾ അതിന്റെ പുറകെ പോയി കാണോ? ഒന്ന് പറ വക്കീലേ. എടോ അതെ, ആവണി ഇന്ന് ഇവിടെ വന്ന കാര്യം അവളുടെ ഹസ്ബൻഡ് അറിയാൻ പാടില്ല. ഇല്ല അറിയാൻ പാടില്ല. ഇല്ല അറിയില്ല. അറിഞ്ഞെന്ന് ഞാൻ എങ്ങാനും പിന്നീട് അറിഞ്ഞ. ഏയ് ഇല്ലടോ, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവര് വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയതായിരിക്കും. അപ്പൊ ആവണി ആ കോളിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയില്ലേ? എടോ എനിക്ക് പല കാര്യത്തിലും വ്യക്തത വരാനുണ്ട്. ഞാൻ ഈ തിരക്കിലായതുകൊണ്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. താൻ ഒരു 2 ദിവസം സമയം എന്താ എനിക്ക്? 2 ദിവസത്തെ സമയമൊന്നും പറ്റുമെന്നില്ല വക്കീല്. ശരി, താൻ ഒരു ദിവസമെങ്കിലും തരുമോ? ആ, തൻ്റെ ഭാര്യ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എല്ലാത്തിനും ഒരു ക്ലിയർ പിക്ചർ ഞാൻ എടുത്തു തരാം. പോരെ? മതി വക്കീലെ. വക്കീലിനെ എനിക്ക് വിശ്വാസമാണ്. ആ വിശ്വാസമാണല്ലോ. എന്നാൽ പിന്നെ താൻ ധൈര്യമായിട്ട് പോകും. ചെല്ലേ. വൈഫ് എവിടെ ഇല്ലേ? കൊണ്ടുണ്ട്, വീട്ടിലുണ്ട്. അവളങ്ങനെ പുറത്തേക്കൊന്നും വരില്ല. ആ, എന്തെങ്കിലും പരിചയപ്പെടാനുള്ള മൂടൊന്നുമില്ല. ശരി ശരി, വിട്ടോ. ധാരാ വക്കീലെ. അതൊരു ക്ലൈൻറ്റാ. താൻ വിട്ടോ. ആരെയൊക്കെ പോയേ? അതൊരു ക്ലൈൻറ്റാ. ഓഫീസൊക്കെ മാറ്റി കഴിഞ്ഞപ്പോ ക്ലൈന്റും കക്ഷിയൊക്കെ ആയല്ലോ. കളിയാക്കല്ലേ സുധേ, ജീവിച്ചു പോക്കോട്ടെ. ഹലോ സാർ. അതെ ഡീറ്റെയിൽസ് കൊടുത്തോ? ഓ താങ്ക് യു സാർ, താങ്ക് യു. അതെ ആവണി എന്നാണ് പേര്. മതി നാളത്തേനും കിട്ടിയാലും മതി. ശരി സാർ, ഓക്കെ, താങ്ക് യു. എന്താ ആവണിയുടെ കാര്യം പറഞ്ഞു? എന്തിനാ പറഞ്ഞിട്ട്? അറിഞ്ഞ ഉടനെ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാനോ? ഞാൻ അങ്ങനൊക്കെ ചെയ്യോ സുധേ? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയാലോ. എപ്പോഴും പറയുന്നതിന് ഇപ്പോഴും പറയാനുള്ളൂ. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. നിന്ന് വെയിൽ കൊള്ളണ്ട, കയറി പോരെ. നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാല്ലേ? എന്ത് കഷ്ടമാണ് അഞ്ജു. ഞാൻ സന്തോഷിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? എനിക്കൊരു പ്രശ്നമില്ല, നീ സന്തോഷിച്ചോ. ഈ പഴുത്തല വീഴുമ്പേ പച്ചല ചിരിക്കും, അങ്ങനൊരു പഴഞ്ചൊല്ലുണ്ട്, നീ ഓർമ്മിച്ചു വെച്ചോ. പച്ചിലക്ക് പഴുക്കാൻ സമയമുണ്ട്, എനിക്കത് മതി. നീ പറയണ പോലെ. എനിക്ക് ആയുസ് കൂടുന്ന പ്രകാശട്ടാ തോന്നുന്നത്. അതെങ്ങനെ? കേട്ടിട്ടില്ലേ പണ്ടുള്ളവർ പറയുന്നത്? ചിരിച്ചാലും സന്തോഷിച്ചാലും ആയുസ് കൂടും. ഒരുപാട് ചിരിച്ചാലേ കരയൊന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഏട്ടത്തി, ഞാൻ നല്ല മൂഡിലല്ല പ്രകാശ, നീ പോയിക്കോ. ഏട്ടത്തി, അഞ്ജു എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കാരണമാണോ? അതൊന്നും അല്ലടാ. ഏട്ടത്തി, എന്തുണ്ടെങ്കിലും എന്നോട് പറയാട്ടോ.